ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിൽ നിന്ന് കെ ശൈലജയെ മാറ്റി പേരാവൂരിൽ മത്സരിപ്പിക്കാനൊരുങ്ങുന്ന CPIM ലക്ഷ്യമിടുന്നത് എന്താണ്? കെ ശൈലജയെ പേരാവൂരിൽ ഇറക്കി മണ്ഡലം പിടിക്കാനാണോ, അതോ മത്സര രംഗത്ത് നിന്നും ഒഴിവാക്കിയെന്ന വിമർശനത്തെ മുളയിലേ നുള്ളാനാണോ? കോൺഗ്രസ് കുത്തക മണ്ഡലത്തിൽ 2006 വിജയം ആവർത്തിക്കാൻ കെ ശൈലജയ്ക്ക് കഴിയുമോ? നിഖിൽ അളവൂരാണ് ന്യൂസ് ആംഗിളുമായി ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അർജുനുമായി സംസാരിക്കുമ്പോഴും പറയുകയായിരുന്നു, ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ നിന്ന് വരേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ അവിടെ ഈ ചില അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഒന്ന്, ഇപ്പോൾ കെ ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നുള്ള തീരുമാനം തന്നെ വന്നത് വൈകിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. രണ്ട്, തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നത്, എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. മൂന്നാമത്തേത്, സ്ഥാനാർത്ഥി പട്ടികയിലെ സാമുദായിക പ്രാതിനിധ്യമൊക്കെ ഈ കാലത്ത് എന്തായാലും ആളുകൾ വിലയിരുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ ഷംസീറിനെ മറ്റു പലർക്കും 3ാം റൗണ്ട് കൊടുക്കുമ്പോൾ എൻ ഷംസീറിനെ തലശ്ശേരിയിൽ മാറ്റി നിർത്തിയ സാഹചര്യം, ഇതെല്ലാം അവിടെ ചർച്ചയാവുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. എന്താണ് നിഖിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു വിശകലനം? ഹർഷൻ, ഏതായാലും കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇന്നലെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പതിവില്ലാത്ത വിധത്തിലുള്ള തർക്കം കണ്ണൂരിലെ CPIM-നകത്ത് പ്രത്യേകിച്ചും പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിലെടുത്തു പറയേണ്ടത്, നേരത്തെ അർജുനും ഇപ്പോൾ ഹർഷനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തളിപ്പറമ്പ് തന്നെയാണ്. പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത് മുതൽ ഈ മയ്യിൽ, മലപ്പട്ടം ഉൾപ്പെടെയുള്ള CPIM-ന്റെ ഉറച്ച കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിലെ പാർട്ടി അംഗങ്ങൾ പോലും പരസ്യമായി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വന്ന് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ണൂരിൽ പരക്കെ കാണുന്നു എന്നുള്ളതാണ്. പതിവില്ലാത്ത കാര്യമാണ് അത്. പക്ഷേ അതിനെ CPIM-ന്റെ കേന്ദ്രങ്ങൾ തന്നെ തീർക്കുന്ന ഒരു പ്രതിരോധം ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. മാധ്യമങ്ങളിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രതികരിക്കരുത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കൂടി സമാന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതായാലും തളിപ്പറമ്പിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് പാർട്ടി അണികളിൽ നിന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് പ്രത്യേകിച്ചും ഈ തളിപ്പറമ്പ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടുള്ള ഇടതിൻ്റെ ശക്തി കേന്ദ്രമായ ആന്തൂരും മലപ്പട്ടവും മയ്യിലും കുറ്റ്യാട്ടൂരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് CPIM-ന്റെ അണികളായ CPIM പാർട്ടി അംഗങ്ങളായ ആളുകൾ തന്നെ പരസ്യമായി രംഗത്തെത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആ നിലയ്ക്ക് വലിയൊരു അഭിപ്രായ പ്രകടനം ഈ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വരുന്നു എന്നുള്ളതാണ് തളിപ്പറമ്പിലെ കാര്യം. മറ്റൊന്ന്, പ്രധാനപ്പെട്ടത് കെ ശൈലജയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. കെ ശൈലജയെ മട്ടന്നൂരിൽ മത്സരിക്കാനിറക്കുമ്പോൾ CPIM ലക്ഷ്യം ഇടുന്നത്, മട്ടന്നൂർ എന്തായാലും CPIM-ന്റെ കയ്യിൽ നിൽക്കുന്ന മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് ഇനി ആരവിടെ സ്ഥാനാർത്ഥിയായാലും ആ മണ്ഡലം നഷ്ടപ്പെടില്ല എന്ന ഉറച്ച ബോധ്യം CPIM-നുണ്ട്. മറിച്ച് പേരാവൂരിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാനാകും കെ ശൈലജ ടീച്ചറെ രംഗത്തിറക്കിയാൽ എന്നുള്ളതാവാം CPIM-ന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ കെ ശൈലജയെ പേരാവൂരിൽ ഇറക്കി സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുകയും ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കണ്ണൂരിൽ അത് CPIM-നൊരു ബോണസാണ്. ആ ബോണസ് സീറ്റ് കിട്ടുക എന്നുള്ളതാവാൻ ലക്ഷ്യം. അതിൻ്റെ മറുവശം കൂടി പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും ഈ 2 ടേം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ CPIM കൊണ്ടുവരുന്നു. അതിൽ ജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ആർക്കും അത്തരത്തിൽ ഇളവ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. സ്വാഭാവികമായും കെ ശൈലജ ടീച്ചർ മത്സരരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇല്ലാതാവുന്നത്. പക്ഷേ CPIM അവിടെ കണക്ക് കൂട്ടുന്നത് കെ ശൈലജയെ പോലൊരു നേതാവിനെ, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ പല കോണുകളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കെ ശൈലജ ടീച്ചറെ അത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സംസ്ഥാനത്താകെ അതൊരു ഗുണം ചെയ്യും പാർട്ടിക്ക് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഏതായാലും അവിടെ ശക്തമായ മത്സരം നടക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ പല ഘടകങ്ങൾ അനുകൂലമായി വന്നാൽ മാത്രമാണ് കെ ശൈലജയ്ക്ക് അവിടെ വിജയിച്ച് വരാൻ സാധിക്കുക. കാരണം അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണും ഭൂരിപക്ഷത്തിൻ്റെ പാറ്റേണും ഒക്കെ നോക്കിയാൽ ഒരു 3500-4000-ത്തിനിടയിലുള്ള വോട്ടുകളുടെ ഒരു സ്ഥിരം ഡെപ്പോസിറ്റ് അവിടെ UDF-നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അത് മറികടക്കാൻ ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭാവം കൊണ്ട് സാധിക്കുമോ? CPIM-ന്റെ സംഘടനാ സംവിധാനം അതിനനുസരിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി മാറും എന്നുള്ളതാണ് ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന് AN ഷംസീറുമായി ബന്ധപ്പെട്ടതാണ്.
ഏതായാലും കണ്ണൂർ CPIM-നകത്ത് ഇത്തരത്തിൽ ഈ സാമുദായിക സമവാക്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയുള്ള വിമർശനങ്ങൾ പൊതുവെ വരുന്നത് കുറവാണ്. പക്ഷേ ഈ AN ഷംസീറിന് തലശ്ശേരിയിൽ സീറ്റില്ലാത്തൊരു സാഹചര്യം വന്നതോടുകൂടി കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാതായി പോയി എന്ന ഒരു വിമർശനം ഏതായാലും ഉയരുന്നുണ്ട്. കണ്ണൂരിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഘടകമായി മാറാറില്ല. കാരണം എങ്കിൽ പോലും അതൊക്കെ ഒന്ന് പാലിച്ചു പോവുക, അതിൻ്റെ ഒരു സമീകരണം ഉറപ്പാക്കുക എന്നത് CPIM എല്ലാ കാലത്തും ശ്രദ്ധിക്കുന്ന കാര്യമായിരുന്നു. ഇത്തവണ പക്ഷേ ഈ പുറത്തു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചാൽ അത് അങ്ങനെ ഒരു പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അതും ഒരു വിമർശനമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് രംഗം വലിയ തരത്തിൽ ചൂടുപിടിക്കും. പല തരത്തിലുള്ള ചർച്ചകൾ നടക്കും. മത്സരത്തിൻ്റെ ഒരു വീറും വാശിയുമൊക്കെ നേരത്തെ കണ്ടതിനും അപ്പുറത്തേക്ക് പോകും ചിലയിടങ്ങളിലെങ്കിലും. മാത്രമല്ല അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ചേക്കാമെന്ന സൂചന നിലവിൽ നൽകുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ കൂടി കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി തളിപ്പറമ്പിലൊക്കെ UDF ഇറക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച VP അബ്ദുൾ റഷീദ് പോലുള്ള ഒരു സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ വലിയ നേട്ടമുണ്ടാക്കാമെന്നതാണ് UDF പ്രതീക്ഷിക്കുന്നത്. അട്ടിമറി ഉണ്ടാകുമെന്ന് UDF കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. അതിനൊപ്പം CPIM-ന്റെ മെമ്പർമാർ തന്നെ, CPIM അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ PK ശ്യാമള വേണ്ട എന്നൊരു നിലപാട് കൂടി പറയുന്നതോടുകൂടി അവിടെ ഏത് നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ശ്രദ്ധേയമായ കാര്യമായി മാറുമെന്നുള്ളതാണ്. റൈറ്റ്, നിഖിലാണ് ന്യൂസ് ആംഗിൾ നൽകിയത്. തീർച്ചയായും